നമസ്കാരം. നവഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് ജ്യോതിഷപ്രകാരം രാഹു കേതുക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള ഗ്രഹങ്ങളല്ല ഇവ എങ്കിൽ പോലും ജ്യോതിഷത്തിൽ ഇവയ്ക്ക് ഗ്രഹങ്ങളുടെ പദവിയും അത്രത്തോളം പ്രാധാന്യവും നൽകിയിട്ടുള്ളതാകുന്നു. മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വിഭിന്നമായി എപ്പോഴും പിന്നിലേക്ക് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ കൂടിയാണ് ഇവ. അതിനാൽ തന്നെ പിന്നിലേക്കുള്ള സഞ്ചാരം അഥവാ വക്രഗതിയിലുള്ള സഞ്ചാരം ജ്യോതിഷത്തിലെ ഒരു സങ്കല്പം തന്നെയാകുന്നു. 2025 എന്ന പുതുവർഷത്തിലേക്ക് ഇനി അധികം ദിവസങ്ങളില്ല. 2025 എന്ന പുതുവർഷത്തിൽ രാഹു കുംഭം രാശിയിലേക്ക് എത്തുകയാണ്. നിലവിൽ മീനത്തിൽ സഞ്ചരിക്കുന്ന രാഹു പിന്നിലേക്ക് സഞ്ചരിച്ചാണ് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭത്തിലേക്ക് എത്തുന്നത്. രാഹുവിന്റെ ഈ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് നൽകുന്നതായ സമയമാകുന്നു. ആ കാര്യങ്ങൾ അഥവാ 2025 എന്ന പുതുവർഷത്തിൽ ഇവരെ തേടിയെത്തുന്നതായ ആ സൗഭാഗ്യങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം ഇടവം രാശിയിൽ വരുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാരാകുന്നു. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇടവം രാശിയിൽ ജനിച്ചവർക്ക് 2025 രാഹുവിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും. അടിക്കടിയുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെയുള്ള ധനപരമായ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ചിലവുകൾ അല്പം കുറയ്ക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ നിങ്ങൾക്ക് പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാം. കാരണം ഇടവം രാശിയുടെ കർമ്മ ഭാവത്തിലാണ് രാഹു സംക്രമണം സംഭവിക്കുന്നത്. അതിനാൽ ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അഥവാ നിങ്ങളുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും അഭിവൃദ്ധി പ്രകടമാകുന്നതായ സമയമാകുന്നു. ബിസിനസ് പരമായ പുതിയ അവസരങ്ങൾ, നിരവധിയാർന്ന യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ബിസിനസ് പരമായ നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പുതിയ അവസരങ്ങൾ തന്നെ ജീവിതത്തിൽ തെളിയും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പഴയ ബിസിനസ് കൂടുതൽ വിപുലമാക്കുവാൻ സാധിക്കുന്നതാണ്. ശുഭഫലം തന്നെയാണ് രാഹുവിന്റെ സംക്രമണകാലം മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടുന്നതായ സമയം. ചിലവിനനുസരിച്ച് വരവ് വന്നു ചേരുന്നതായ സമയം. തൊഴിൽ രഹിതരായ വ്യക്തികൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. തൊഴിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളിലേക്ക് വന്നു ചേരാം. പ്രധാനമായും വിദേശവുമായി ബന്ധപ്പെട്ട് ജോലികൾ നോക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിദേശത്താണ് എങ്കിലും തൊഴിൽ ലഭിക്കാം. നാട്ടിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ ലഭിക്കുകയോ താൽക്കാലികമായ തൊഴിലിൽ നിന്നുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നതായ തൊഴിൽ സ്വന്തമാക്കുവാനോ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉദ്യോഗസ്ഥരായ വ്യക്തികളാണ് എങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുക, ശമ്പളക്കയറ്റം ലഭിക്കുക, തൊഴിലിടത്ത് അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക, പ്രശംസ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾക്കുള്ള യോഗങ്ങളാണ് വന്നു ചേരുക. അതിനാൽ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിക്കും ഭാഗ്യം കൂടുതൽ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. കൂടാതെ ഈ സമയം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള ആശയങ്ങൾ വന്നു ചേരുക. അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരുകയും ചെയ്യാവുന്നതാണ്. കൂടാതെ രാഹു നിങ്ങൾക്ക് വരുമാന ലാഭം നൽകുന്നു എന്നതും വാസ്തവമാണ്. ഈ സമയം വരുമാനം ഇരട്ടിയാവുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ തന്നെ അപ്രതീക്ഷിതമായ ലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അഥവാ ലാഭം കുത്തനെ ഉയരുവാനുള്ള സാധ്യതകൾ പോലും കൂടുതലാകുന്നു. കർമ്മരംഗത്ത് മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവയ്ക്കുവാൻ സാധിക്കുന്നത് ഭാവിയിൽ വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ
ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കൂടാതെ കലാമേഖലകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കുകയോ അഥവാ കൈവായ്പയായി നൽകിയിരിക്കുന്ന പണം തിരികെ ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആവശ്യമുള്ള ധനം, അത് സഹായമായോ അല്ലെങ്കിൽ ലോൺ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ബിസിനസ് പരമായ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും അഥവാ നിക്ഷേപിക്കാനുള്ള അനുകൂലമായ സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ചെയ്യുന്നതായ പല പ്രവൃത്തികളിലൂടെയും ഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. വലിയ കരാറുകൾ ഒപ്പിടുവാനുള്ള അല്ലെങ്കിൽ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ദൃഢമാവുക, അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ പലവിധ തർക്കങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കൂടി വന്നു ചേരും. പലവിധ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ആ തെറ്റിദ്ധാരണകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ വീട്, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി അലട്ടിയിരുന്നതായ പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ എന്നിവ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഗുണകരമായ മാറ്റങ്ങൾ ഇതുമൂലം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും ഇരട്ടിയായി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് വീടാകാം, അല്ലെങ്കിൽ വീട് പണി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. സ്ഥലം വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവരോ ആഭരണങ്ങൾ ആഗ്രഹിക്കുന്നവരോ അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചെറിയ കാര്യമാണ് എങ്കിൽ പോലും അത് നടക്കുവാനുള്ള സാധ്യതകൾ ഈ വർഷം അല്പം കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നടക്കണം എന്നില്ല. അല്പം കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. എന്നാൽ വാക്ചാതുര്യവും സാമർഥ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമർഥ്യത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ അമിതമായ വാശി നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ചിന്തിക്കാതെയുള്ള തീരുമാനങ്ങൾ, വാക്ക് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നഷ്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം ധനനഷ്ടം, കണ്ണടച്ച് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്, മാനഹാനി, അപവാദം കേൾക്കുക, ധനപരമായ നഷ്ടം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് ദോഷം ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അമിതമായ ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരിക തുടങ്ങിയ കാര്യങ്ങൾ പല ബന്ധങ്ങളും വഷളാക്കുവാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് ഇണങ്ങുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും ആ സമയത്ത് നിങ്ങൾക്ക് അത് പലവിധ വിഷമങ്ങൾക്കും നഷ്ടങ്ങൾക്കും കാരണമായി തീരാം. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ ഒരു വർഷം തന്നെയാണ് ഇത്. എന്നാൽ തീർച്ചയായും ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബ ദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.